ഗോപിയെ ആ അപ്പോൾ ഇന്നെന്താ പരിപാടി? നമുക്കൊരു സൗണ്ട് ബാർ റിവ്യൂ ചെയ്യാം. സൗണ്ട് ബാർ റിവ്യൂ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഇന്ന് അമേഷും ഉണ്ട്. ഇതാണ് അമേഷ്. തുടങ്ങിക്കും. ഇതാണ് സൗണ്ട് ബാർ വരുന്നത് സാംസങ്ങിൻ്റെ. ഒന്ന് എടുത്ത് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ സെക്കിലോട്ട് കിടന്നാലോ? ഇതിൻ്റെ വാട്ട്സ് വരുന്നത് പറഞ്ഞാൽ 370 വാട്ട്സാണ് വരുന്നത്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡലാണ് ഇത് വരുന്നത്. ഇത്രയും റേറ്റും കുറവാണ് ഇതിന്. അതുകൊണ്ട് വാട്ട്സും അത്യാവശ്യം കൂടുതലാണ്. പിന്നെ ഇതിന് 3.1 ചാനൽ സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ക്യൂസിഫിണി എന്ന് പറഞ്ഞൊരു ഇത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഡോൾബി ഓഡിയോ ആണ് വരുന്നത്. പിന്നെ DTS വെർച്വൽ സൗണ്ട് വരുന്നുണ്ട് ഇതിന്. ഇതെല്ലാം ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡലായതുകൊണ്ട് ഇതിനെല്ലാം ഈ അവൈലബിൾ ആണ്. ഇപ്പോൾ QLED OLED സെഗ്മെൻറ്റിൽ വരുന്ന ടി വികളിലെല്ലാം നമുക്ക് ഈ ഡോൾബി അറ്റ്മോസ് വരുന്ന സൗണ്ട് ബാർ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന പിക്ചറിന് അനുസരിച്ചുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി, പിന്നെ ഒരു തിയേറ്റർ എഫക്റ്റ്, അതാണ് നമ്മൾ കൂടുതലും ഈ ഒരു സൗണ്ട് ബാറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇത് കൂടുതലും ഇത് ബാക്കിയുള്ളതെന്ന് വരുമ്പോൾ ബാസ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ സാംസങ് ഇത് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ വോക്കലായിരിക്കും സൗണ്ട്, വോക്കൽ ക്വാളിറ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ നല്ല സ്പെഷ്യൽ ഓഫറൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് ഷോപ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഗോപി ഇതിൻ്റെ സബ് ഒന്ന് എടുത്ത് കാണിക്കാമോ? സബ് ഒന്ന് എടുത്ത് കാണിക്കുക. അതിൻ്റെ പോർട്ട് എന്തൊക്കെയാണെന്ന് കാണിക്കുക. പോർട്ട് വരുന്നത് ഇതാണ്. ഇതിലാണ് പോർട്ട് വരുന്നത്. ഇത് നമുക്ക് HDMI കേബിൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അല്ലാതെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാം. പിന്നെ BTയും വരുന്നുണ്ട്. അഡീഷണൽ ഒരു HDMI കേബിൾ വരുന്നുണ്ട്. പിന്നെ ഇത് വയർലെസ് ആണ്. 2.1 ആയിരുന്നു. 2.1 ആണ്. നമ്മുടെ സൗണ്ട് ബാറിൻ്റെ സബ് വരുന്നത് ഇതാണ്. 370 വാട്ട്സാണ് ഇതിൻ്റെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സൗണ്ട് ഔട്ട് വരുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം ബാസിനേക്കാളും കൂടുതൽ നമ്മൾ സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്നത് വോക്കല് കാര്യങ്ങളാണ്. ക്ലാരിറ്റിയോടെ നമുക്ക് എങ്ങനെ കേൾക്കാമെന്നുള്ളതാണ്. ബാസ് കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ തലമുറയാണ് കൂടുതലും ഇടിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്നത്. വോക്കല് കാര്യങ്ങളാണ് നമുക്ക് ക്ലാരിറ്റിയോടെ നമുക്ക് ഒരു പാട്ട് കേൾക്കണം. അതിന് പറ്റിയ ഒരു സൗണ്ട് ബാറാണ് സാംസങ്ങിൻ്റെ ഈ വരുന്ന 3.1 ചാനൽ സൗണ്ട് വരുന്ന മോഡൽ. PCDs ആണ്. PC50F എന്ന് പറയുന്ന മോഡലാണ് വരുന്നത്. ഡോൾബി അറ്റ്മോസ്, DTS, വിഷ്വൽസ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ്. നല്ല ഓഫർ പ്രൈസ് നമുക്കിപ്പോൾ വരുന്നുണ്ട്. നമ്മുടെ ചാനൽ കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ സാംസങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ക്യൂ സിംഫണി എന്ന് പറഞ്ഞാൽ, ഈ ക്യൂ സിംഫണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുവാണെങ്കിൽ സൗണ്ട് ബാറിന് മാത്രം സൗണ്ടേ കേൾക്കത്തുള്ളൂ. അതല്ലാതെ HDMI കേബിൾ ഇതാണ് വരുന്നത്. ഈ HDMI കേബിൾ TV ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ TVയുടെ സൗണ്ടും കിട്ടും, സൗണ്ട് ബാറിൻ്റെ സൗണ്ടും കിട്ടും. അത് സാംസങ്ങിന് മാത്രം വരുന്നതാണ്. സാംസങ്ങിന് TVക്ക് മാത്രം അത് കണക്ട് ചെയ്താലേ ആവത്തുള്ളൂ. അപ്പോൾ ഗോപി നമുക്ക് ഇതിൻ്റെ പ്രൈസിലോട്ട് പോയാലോ? പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് വരുന്നത് 24,900 ആണ് MRP വരുന്നത്. നമുക്ക് ഇതിന് സ്പെഷ്യൽ ഓഫർ വരുന്നുണ്ട്. അതൊരു സർപ്രൈസാണ്. അതെങ്ങനെ വരുന്നു? അത് നമുക്കൊരു സർപ്രൈസ് ആയിട്ടുള്ള ഓഫർ പ്രൈസ് ആണ് വരുന്നത്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ഒരു ഗിഫ്റ്റ് പോലെ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നാണ്? സർപ്രൈസ് അല്ലേ? അപ്പോൾ നമ്മൾ ഇയറിംഗ് സ്പെഷ്യൽ ഓഫർ ആൻഡ് നമ്മുടെ ചാനൽ കണ്ടിട്ട് വരുന്നത് പറഞ്ഞു. കേരളത്തിൽ എവിടെ കിട്ടുന്നേക്കാളും ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നല്ലൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഗോപി ഇതിൻ്റെ വാറണ്ടിയുടെ കാര്യമൊക്കെ എങ്ങനെ? വാറണ്ടി 1 ഇയർ വരുന്നത്. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് എപ്പോഴും നല്ലൊരു പ്രൈസിനല്ലേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഒരാവശ്യമില്ല. നല്ലൊരു പ്രൈസിൽ നമുക്ക് എവിടെയും കിട്ടാത്ത പ്രൈസിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു പ്രൊഡക്റ്റിൻ്റെ നല്ലൊരു പ്രൈസിങ്ങിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് പ്രൊഡക്റ്റ് വേണമെന്ന്. അതെ കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതൊരു പവർ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.